അപ്പോൾ സതീശൻ്റെ വരുമാന സ്രോതസ് എന്താണ്? സതീശൻ്റെ കടങ്ങളൊക്കെ സതീശ് എങ്ങനെ വീട്ടി? സതീശൻ ആരാണ് ഈ സഹായമൊക്കെ ചെയ്യുന്നത്? നന്മയുള്ള ആരെങ്കിലും ആയിരിക്കണം. അപ്പോൾ ആ നന്മയുള്ള മനസ്സ് ആരാണ് എന്നതുകൂടി പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. സതീശനെ സഹായിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്ന ആ നന്മയുള്ള കരുതലുള്ള ആ മനുഷ്യസ്നേഹികളായ ആളുകൾ ആരൊക്കെയാണ് എന്നതുകൂടി പുറത്തേക്ക് വന്നാൽ കൊടകര എങ്ങനെയാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളത് വ്യക്തമാകും. അത് ഉടൻ തന്നെ BJPക്ക് ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. അത് അവർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായ സതീശ് എങ്ങനെയാണ് വന്നത്, നമ്മൾ ഈ റൂട്ട് മാപ്പൊക്കെ വരയ്ക്കുമല്ലോ. കോവിഡ് കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, രോഗി സഞ്ചരിച്ച റൂട്ട് മാപ്പൊക്കെ. അതുപോലെ തന്നെ നിപ്പയുടെ സമയത്തായാലും ഈ റൂട്ട് മാപ്പ് എന്ന് പറയുന്നതൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ പ്രധാനമായിരുന്നു. അരുൺ സാറാണ് അത് ആവിഷ്കരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് പെട്ടെന്ന് ഓർത്തതും. അപ്പോൾ അതുപോലെയുള്ള ഒരു റൂട്ട് മാപ്പ് BJPയിൽ നിന്നും പുറത്തായ ശേഷം, അല്ലെങ്കിൽ BJPയുടെ മെമ്പർഷിപ്പ് ഇപ്പോഴുമുണ്ട്, BJPയുടെ മെമ്പർഷിപ്പ് എടുക്കുന്നതിനൊന്നും ഒരു തടസ്സവുമില്ല. ഉണ്ണി സാറിനോ ഡോക്ടർ അരുണോ ആർക്കായാലും മിസ് കോളും അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പോൾ പ്രചാരണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. മിസ്ഡ് കോളും അല്ലാത്ത രീതിയിലും ഒക്കെ എടുക്കാം. എന്തായാലും ഞാൻ എടുത്തിട്ടില്ല. താല്പര്യമുണ്ടെങ്കിൽ അങ്ങേക്ക് എടുക്കാം.